എവിടെ ഉണ്ടാവൂല. ഇത്ര പെട്ടെന്ന് പുല്ലരക്കല് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്താ ഇങ്ങോട്ട് പോന്ന് രണ്ടാളും കൂടി? ഇതെന്തിനാ വല്യമാന്റെ പിന്നെ അങ്ങോട്ട് പോന്ന്? ഞാനാണ് അതിനെ അങ്ങോട്ട് കൊടുന്നത്. അതിനെ കൊണ്ടാ പുല്ലർപ്പിച്ചല്. ആ മമ്മാലിനെ വിളിക്കണമെന്ന് എന്റെ മാപ്പിള എന്നോട് പറഞ്ഞതല്ലേ. എന്നിട്ട് ഇജെന്താ അതിനെ കൊണ്ട് പുല്ലർപ്പിച്ചത്? ഞാൻ അതൊന്നും കേക്കണിയാന്ന് എന്റെ വിചാരം. അയാൾക്ക് പൈസ കൊടുക്കണ്ടേ? ഇവൾക്കാവുമ്പോ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്തേലൊക്കെ തിന്നാ കൊടുത്താൽ മതിയല്ലോ. ഓള് ചെയ്യല്ലോ പണി. പിന്നെ എന്തിനാ വെറുതെ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കണത്? ഇജ്ജ് ഇങ്ങോട്ട് കേറി വായന്നിട്ട് ആ പുളി കൊണ്ട് എടുത്താട്ടെ. ആ തള്ളക്ക് പറ്റിയിട്ടില്ല ഓളെ പറഞ്ഞത്. ഈ തൊള്ളനി ഓളെ ഒരു പാഠം പഠിപ്പിക്കന്നെ വേണം. ഏത് നേരത്താണാവോ ഈ പേരന്റെ ഉള്ളിക്ക് കേറി വരാൻ തോന്നിയത്? ഞാൻ അന്ന് വിചാരിച്ചില്ല ഈ തള്ളനെ ഒക്കെ നോക്കേണ്ടി വരും. ഇപ്പൊ പെര നിറച്ച ആൾക്കാരാണ്. അതൊരു കഷ്ടം. ഉമ്മമാരുടെ കുട്ടി എന്തിനാ ഇവിടെ ഇങ്ങനെ വന്നിരിക്കണത്? എനക്ക് എന്തേലും പഠിക്കാണ്ടേ പോയി പഠിച്ചോ? എന്നിട്ട് വേണം ഇളയമ്മ ഞാൻ അതിനെയും കൂടി ചീത്ത അറിയാന്. ഞാൻ പഠിക്കണില്ല. അതങ്ങനെ ഒരു ജന്മം. എന്താ ചെയ്യാ? എന്താണ് വല്യമ്മാക്കും കുട്ടിക്കും റൂമ് പണി? ഇജെന്താന്ന് ക്ലാസ്സിന് പോവാഞ്ഞ്? ഓളിന്ന് പോയിട്ടില്ല. എന്തേ വല്ല അസുഖം എന്തേലും ഉണ്ടോ? ഓൾക്ക് ഒരു സൂക്കേടും ഇല്ല. അന്റെ പെണ്ണുങ്ങൾ കാരനാണ് ഓള് പോവാത്തത്. എന്താ? അന്റെ പെണ്ണുങ്ങൾക്ക് ഒറ്റക്ക് പണിയെടുക്കാൻ വെച്ചത്ര. അതിന് ഇവളെ ഇവിടെ പുടിച്ച് നിർത്തിക്കാണ്. ആ പറമ്പിലുള്ള പുല്ലൊക്കെ ഉണ്ട്. ഞാൻ ചെന്നപ്പോ പറിച്ചു നിന്നിട്ട് ഞാൻ അവിടുന്ന് വിളിച്ചോടുന്നതാ. അന്റെ പെണ്ണുങ്ങളൊരു കഥ ഇപ്പൊ ആലോചിക്കണം. ആ കണ്ട വലിയ വലിയ പൊന്തൊക്കെ ഇതിനെ കൊണ്ട് നേരാക്കിച്ചണതേ. ഇത്ര ഒരു ദയയില്ലാത്തൊരു പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനൊക്കെ ഉണ്ടോ? ഓളെ ഞാൻ കാണിച്ചു കൊടുക്കാം. വല്യമ്മ വേണ്ട. ഇജ് മുണ്ടായിരിക്കു കുട്ടിയെ. ഞാൻ പറയട്ടെ. ഞാൻ ഓനോടല്ലേ പറഞ്ഞോളൂ. ഓനോട് പറയണ്ടപ്പോ ഇതൊക്കെ. ഒന്നും മുണ്ടാതിരുന്നിട്ടേ ഒരു കാര്യമില്ല. ഇജ് എന്റെ പെണ്ണുങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താളാ. ആ റുബിനെ പോലെ തന്നെയല്ലേ ഇവളും. ഇതിന്റെ മുന്നിൽ വെച്ചിട്ട് അതിനെങ്ങനെ താലോലിക്കും. ഇതിനും ഉണ്ടാവില്ല